മലപ്പുറം പാണ്ടിക്കാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ₹1 കോടി നൽകിയാൽ യുവാവിന് വിട്ടയക്കാമെന്ന് വാട്സാപ്പിൽ സന്ദേശം ലഭിച്ചതായി ഷമീറിന്റെ ബന്ധുക്കൾ പറയുന്നു. വാട്സാപ്പ് കോൾ വഴിയാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. ഇന്നലെ 8 മണിയോടുകൂടിയാണ് ഷമീർ എന്ന എൻ്റെ ബന്ധുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ബ്ലാക്ക് മെയിലാണ്. ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം തട്ടുന്ന ഒരു സംഘമാണെന്ന് നമ്മൾ ഇതിന് കരുതുന്നത്. ഇതിന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പരമാവധി ഞങ്ങൾക്ക് സഹായം ഉണ്ടായിട്ടുണ്ട്. വീണ്ടും പോലീസിൻ്റെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഗൾഫിൽ ഇയാൾക്ക് മെഡിക്കൽ ഷോപ്പ് ബിസിനസ് ഉണ്ട്, കഫ്റ്റീരിയ ഉണ്ട്, ഹോട്ടൽ ബിസിനസ് ഉണ്ട്, ഒരുപാട് ബിസിനസ്സുകളുണ്ട്. നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അറിയപ്പെടുന്ന പയ്യനാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാണ്ടിക്കാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരം ചെയ്ത പയ്യനാണ്. നാട്ടുകാരുടെ ഇടയിൽ വളരെയധികം ഒരു നല്ല കുട്ടിയാണ്. സംഭവത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ്. ടൗണിൽ നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങിയായിരുന്ന ഷമീറിനെ GLP സ്കൂളിന് സമീപത്ത് വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. ദുബായിൽ ജോലി ചെയ്യുന്ന ഷമീർ ഈ മാസം 4-നാണ് അവധിക്കായി നാട്ടിലെത്തിയത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഷമീറിന് എന്താണ് സംഭവിച്ചത്? തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ തന്ത്രമായിട്ടാണ് പോലീസ് ഇതിനെ കാണുന്നത്. ₹1 കോടിയിലധികം നൽകിയാൽ മാത്രമേ ഷമീറിനെ വിട്ടയക്കൂ എന്ന സന്ദേശം ലഭിച്ചു എന്നാണ് ഷമീറിൻ്റെ ബന്ധുക്കൾ പറയുന്നത്. വാട്സപ്പ് കോൾ വഴിയാണ് ഈ ഒരു വിവരം അവരെ ഈ തട്ടിക്കൊണ്ടുപോയ സംഘം അറിയിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ അതിലെ ആ ഇന്നോവ കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആ മേഖലയിലെ CCTV ക്യാമറകൾ പൂർണ്ണമായും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൊബൈൽ ടവർ ലൊക്കേഷന് കീഴിലുണ്ടായിരുന്ന നമ്പറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമികമായിട്ട് ഈ സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ആകാമെന്ന സൂചനയാണ് തരുന്നത്. ഷമീറിന് വിദേശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകളും കഫറ്റീരിയ തുടങ്ങി വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം ഷമീർ അവിടെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അത്തരത്തിൽ സാമ്പത്തികമായിട്ട് ഷമീറിൻ്റെ കൈവശം പണമുണ്ട് എന്ന് അറിയുന്ന ആരെങ്കിലും ആകാം ഈ ഒരു കൃത്യം ചെയ്തതിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. അതല്ലെങ്കിൽ വിദേശത്ത് വെച്ചുണ്ടായ വല്ല സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുള്ള നടപടികളാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, വിദേശത്ത് വെച്ച് ജോലി പോയ ഒരാളുടെ ഇടപെടലും ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് ജോലി പോയ ഒരാളുടെ ഇടപെടലും ഇതിലുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിന് വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തിനാണെങ്കിലും കുടുംബത്തിന് ലഭിച്ച സന്ദേശത്തിൽ ഈ ഒരു പണം തയ്യാറാക്കി വെക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. വാട്സപ്പ് കോൾ ആയതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ട്രാക്ക് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ DYSPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് സംശയം തോന്നുന്ന ടവർ ലൊക്കേഷനെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുമ്പോൾ സംശയം തോന്നുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ പ്രത്യേക സ്ക്വാഡ് ഡാൻസ് ഓഫ് ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. വിദേശത്തുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ആകാം, അതിനെ തുടർന്നുണ്ടായ വികാസങ്ങളാകാം കൊണ്ടുപോകലെന്നാണ്. വിദേശത്തുള്ള സാമ്പത്തിക ഇടപാട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിവിരോധം, ഇതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അങ്ങനെ ഒരു ശത്രുത ആർക്കെങ്കിലും ഷമീറിനോടുണ്ടോ? കുടുംബാംഗങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണ്? മാത്രമല്ല, വാട്സപ്പ് കോളിലൂടെയാണ് ബന്ധപ്പെട്ടത്. ഈ സംഘം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടതെന്ന് കുടുംബം പറയുന്നുണ്ട്. ആ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അതെവിടെ നിന്നാണ് ഇവരെ ബന്ധപ്പെട്ടത്, ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടതെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ?
ടോം, ഈ അന്വേഷണം ഏറ്റവും അതിൻ്റെ നിർണായക ഘട്ടത്തിലായതുകൊണ്ട് അത്തരം വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. കാരണം ഈ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വാർത്തയാകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല സംഘം ഇതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് അവരും ആ മുൻകരുതൽ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം വാട്സപ്പ് കോളിലെ വിശദാംശങ്ങൾ പോലീസ് നൽകിയുമില്ല. കാരണം അത് അന്വേഷണത്തെ ഇപ്പോൾ നമ്മൾ പുറത്തു പറയുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പോലീസ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഷമീറിനെ നിലവിൽ വലിയ ശത്രുക്കൾ ഉള്ളതായിട്ടൊന്നും ബന്ധുക്കളോ സുഹൃത്തുക്കളോ പറയുന്നില്ല. നാട്ടിൽ അറിയപ്പെടുന്ന ആർക്കും എന്ത് സഹായവും ചെയ്യുന്ന ഈ തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ് ഷമീറിനെ പറ്റി നാട്ടുകാർ പറയുന്ന ഒരു കാര്യം. പലർക്കും സഹായം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശത്തുള്ള ഈ ഒരു വ്യാപാര ശൃംഖലകൾ അത് കേന്ദ്രീകരിച്ചൊക്കെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് അത്തരത്തിലുള്ള ശത്രുത നാട്ടിലുള്ളതായിട്ടോ മറ്റു വിവരങ്ങളോ ബന്ധുക്കൾക്കൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കിടയിലുള്ള വിവരങ്ങൾ മുഴുവൻ ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ അറിയണമെന്നില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സാധാരണഗതിയിൽ നമ്മൾ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകൾ ചെയ്യേണ്ടി വരുമ്പോൾ അതിന് പിന്നിൽ സാധാരണ ഉണ്ടാകാറുള്ളത് സ്വർണ്ണക്കടത്ത് പോലത്തെ മറ്റ് ഇടപാടുകളൊക്കെ, അവിശുദ്ധമായ നിയമവിരുദ്ധമായ ഇടപാടുകളൊക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒന്നും തന്നെ ഷമീറിന് പിന്നിൽ ഇതുവരെയും ഇല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്ന ഒരു ചരിത്രമല്ല ഇയാൾക്കുള്ളത്. അത്തരത്തിൽ സംഘങ്ങളുമായിട്ട് ഇയാൾക്ക് നേരിട്ട് ബന്ധമൊന്നും അല്ലെങ്കിൽ ബന്ധമൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യം. എന്തിനാണെങ്കിലും ഒന്നുകിൽ ഇദ്ദേഹത്തിൻ്റെ കൈവശം പണമുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു സംഘം ഇയാളെ തട്ടിക്കൊണ്ടുപോയി അത് റാൻസം എമൗണ്ടായിട്ട് മോചനദ്രവ്യമായിട്ട് അത് വാങ്ങാൻ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ വിദേശത്തുണ്ടായ എന്തെങ്കിലും സംഭവവികാസങ്ങളുടെ പേരിലോ സാമ്പത്തികമായിട്ടുള്ള വില വിഷയങ്ങളുടെ പേരിലോ ഉണ്ടായിട്ടുള്ള ഒരു തുടർ നീക്കം അങ്ങനെ വേണം ഇതിനെ കാണുവാൻ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്നാണെങ്കിലും പോലീസിൻ്റെ അന്വേഷണം അതിൻ്റെ നിർണായക ഘട്ടത്തിലാണ് എന്നാണ് നമുക്ക് അന്വേഷണ സംഘവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പാണ്ടിക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ ഷമീറിനെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. 1 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ധുക്കളെ ഫോണിൽ, അതായത് വാട്സപ്പ് കോളിൽ ഈ തട്ടിക്കൊണ്ടുപോയ സംഘം ബന്ധപ്പെട്ടിരുന്നു. പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ ഷമീറിന് ഈ വിദേശത്തുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം, അതല്ലെങ്കിൽ വ്യക്തിവിരോധം. ഈ 2 കാരണങ്ങളാകാം തട്ടിക്കൊണ്ടുപോകലിന് കാരണം. പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുകയാണ്. കോതമംഗലം